ഈശ്വരായിരിക്കും സ്തുതിയായിരിക്കട്ടെ. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? അതെ, ഒരുപാട് പഴക്കമില്ലാത്ത നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു ഗാനമാണിത്. ഇന്നത്തെ ലോകത്തിന്റെ ഗതിവിഗതികൾ കണ്ട് വരും തലമുറയെ ഓർത്ത് വേദനിക്കുന്ന ഒരാളുടെ വിരൽത്തുമ്പിൽ വിരിഞ്ഞ വരികൾ. നോമ്പിന്റെ ഈ ദിനത്തിൽ ദൈവവും ഈ തലമുറയെ ഓർത്ത് വിലപിക്കുകയാണ്. ചർച്ചലത്തിരുന്ന് കുഴലൂതി നൃത്തം ചെയ്ത് നിങ്ങൾ ഞങ്ങളോടൊപ്പം സന്തോഷിക്കുകയോ വിലപിക്കുകയോ ചെയ്തില്ല എന്ന് പറയുന്ന കുട്ടികളോടാണ് ഈശോ ഈ തലമുറയെ ഓർമ്മിക്കുന്നത്. കേവലം നിസ്സാരമായവയിൽ തന്നെയാണോ നമ്മുടെ ചിന്തകളും കാഴ്ചപ്പാടുകളും ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നത്? അതോ കുറച്ചുകൂടി ശ്രേഷ്ഠമായത്, നിത്യജീവന് അനിവാര്യമായത് നേടാനും ആർജിക്കാനും ഒരു ദാഹം നമ്മളിലുണ്ടോ? വിശുദ്ധ മറിയം ത്രേസ്യ പറയുന്നു, എല്ലാ അറിവിനേക്കാളും വലിയ അറിവ് ദൈവത്തെ സംബന്ധിച്ചാണ്. ഈ നോമ്പുകാലം നൈമിഷികമായവയിൽ കുടുങ്ങിക്കിടക്കാതെ ജ്ഞാനത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുവാൻ നമുക്ക് തീരുമാനമെടുക്കാം.